ജീവിതശൈലിയിലെ അനാരോഗ്യപരമായ പല ശീലങ്ങളും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായേക്കാം. ജീവിതശൈലി കാരണം ഉണ്ടാകുന്ന രോഗങ്ങളിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് പ്രമേഹം. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ആവശ്യത്തിലും അധികം വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. പാൻക്രിയാസ് ഗ്രന്ഥി ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ ഇരിക്കുകയോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ശരീരം കാര്യക്ഷമമായി ഉപയോഗിക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാകുന്നത്. നിശബ്ദനായ കൊലയാളി എന്നാണ് പ്രമേഹത്തെ അറിയപ്പെടുന്നത്. അതിന്റെ കാരണം പലപ്പോഴും വർഷങ്ങളോളം യാതൊരു ലക്ഷണങ്ങളും പ്രകടമാക്കാതെയാണ് പ്രമേഹം കാണപ്പെടുന്നത്. പലരിലും മറ്റ് അസുഖങ്ങൾക്കായി പരിശോധന നടത്തുമ്പോഴാണ് പ്രമേഹം ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. പെട്ടെന്ന് ഭാരം കുറയുക, കാഴ്ച മങ്ങുക, അമിതമായ ദാഹം, ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക, മുറിവുകൾ ഉണങ്ങാൻ ആവശ്യത്തിൽ കൂടുതൽ സമയമെടുക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ലോകത്തിന്റെ പ്രമേഹ തലസ്ഥാനം എന്ന വിശേഷണത്തിലേക്ക് ഇന്ത്യ വേഗത്തിൽ നടന്നെടുക്കുകയാണ്. പണ്ട് വാർദ്ധക്യത്തിൽ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നമായിരുന്ന പ്രമേഹം ഇന്ന് എല്ലാ പ്രായക്കാരെയും വേട്ടയാടുകയാണ്. അനാരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമമില്ലാത്ത ദിനചര്യകളും കൊണ്ടാണ് ഇത് വളരെ വേഗത്തിൽ ബാധിക്കുന്നത്. ആരോഗ്യകരമായ ഭക്ഷണക്രമം ജീവിതശൈലിയിൽ കൊണ്ടുവന്നാൽ തന്നെ ഒരു പരിധിവരെ ഇതിനെ തടയാൻ സാധിക്കും. കാർബോഹൈഡ്രേറ്റ്സ് അമിതമായി അടങ്ങിയ വെളുത്ത അരിയും മൈദയും ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക. അമിതമായി മധുരം ചേർത്ത പാനീയങ്ങൾ, ലഘുഭക്ഷണങ്ങൾ എന്നിവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കും. ഇവ ഉപയോഗിക്കുന്നതിന് പകരം പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ശീലമാക്കുക. കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നത് ശീലമാക്കുക. ഇത് ശരീരത്തിലെ ഇൻസുലിൻ നില ക്രമമായി നിലനിർത്താൻ സഹായിക്കും. ധാന്യങ്ങൾ, പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വ്യായാമം ചെയ്യുന്നത് ശീലമാക്കുക. സ്ഥിരമായ വ്യായാമം ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. ദിവസവും ചുരുങ്ങിയത് 30 മിനിറ്റെങ്കിലും നടക്കുന്നത് ശീലമാക്കുക. ഇന്നത്തെ ജീവിതശൈലിയിൽ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ചെയ്യുന്നത് ശീലമാക്കുക. പ്രമേഹം ബാധിച്ചാൽ അത് പിന്നീട് മാറ്റിയെടുക്കുക എന്നത് പ്രയാസകരമാണ്. എന്നാൽ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിലൂടെ ഇത് ബാധിക്കുന്നത് തടയാൻ സാധിക്കും. 30 വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും രക്തപരിശോധന നടത്തണം. പാരമ്പര്യമായി പ്രമേഹം ബാധിക്കാൻ സാധ്യതയുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നതും ദിവസേന 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കവും പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഇങ്ങനെയുള്ള ആരോഗ്യകരമായ മാറ്റങ്ങൾ ജീവിതശൈലിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക.